എല്ലാവർക്കും ഫൈവ് ക്രിക്കറ്റ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞങ്ങൾ മെയിനായിട്ട് അവതരിപ്പിക്കുന്നത് വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള ഇന്നത്തെ ക്വാർട്ടർ ഫൈനൽ മാച്ചിനെ പറ്റിയാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഇന്ന് വളരെ നിർണായകമായ മാച്ചാണ്. രണ്ട് ടീമുകൾക്കും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു മാച്ചാണെന്ന്. ഈഡൻ ഗാർഡൻസ് വെച്ചാണ് 7 മണിക്കാണ് മത്സരം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ മാച്ചിനെ പറ്റി കുറെ കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പം ഞങ്ങളുടെ പ്രൊഡിക്ഷൻസും അനാലിസിസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എന്റെ അഭിപ്രായത്തില് വെസ്റ്റ് ഇൻഡീസ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. ഒരിക്കലും അല്ല, അതിന് കുറച്ച് ഉണ്ട്, അതുകൊണ്ടാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ. സഞ്ജു കളിക്കുന്ന ഡൗട്ടാണ് മെയിനായിട്ട്. ആനന്ദ് പറഞ്ഞത് ഒന്ന് വ്യക്തമാക്കാമോ? മീൻസ് വെസ്റ്റ് ഇൻഡീസ് ജയിക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു റീസൺ. ഇന്ത്യ ലാസ്റ്റ് സിംബാബ്വെക്കെതിരെ കളിച്ച കളി പോലും ഈ പറഞ്ഞ കണക്ക് ബോളിംഗ് ഭയങ്കര വീക്കാണ്. സിംബാബ്വെ ഈ പറഞ്ഞ കണക്ക് 187 റണ്ണോളം അടിച്ചിട്ടുണ്ട്. ബോളിംഗ് ഭയങ്കര വീക്കാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബാറ്റിംഗ് ഓക്കെയാണ്. ഇപ്പം ബാറ്റിംഗ് കഴിഞ്ഞ ഒരു കളി അപേക്ഷിച്ച് സിംബാബ്വെക്കെതിരെ ബാറ്റിംഗ് സ്ട്രോങ് ആയിരുന്നു ഇന്ത്യ. പക്ഷേ ബോളിംഗ് ഭയങ്കര വീക്കാണ്. അത് കണക്കാണ് അവന്മാർ ടീമിന്റെ ഹിറ്റ്മെയർ ഫോമാണ് മെയിനായിട്ട്. പിന്നെ അതിന്റെ ഓപ്പണിംഗ് ഒരു 5 ഓവർ അവന്മാര് വിക്കറ്റ് പോവാതെ കളിക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് വീക്ക് ആയതുകൊണ്ട് തന്നെ അവന്മാർ 200 മേൽ റൺ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാനുണ്ട്. ഓക്കെ, വെസ്റ്റ് ഇൻഡീസ് ടീമിന്ന് 8 നില സൗത്ത് ആഫ്രിക്കക്കെതിരെ അതേ സെയിം ടീമാണ് ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് വരുന്നത്. ഒരു മാറ്റമില്ല. സൗത്ത് ആഫ്രിക്കക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 7 വിക്കറ്റ് തന്നെ 10 ഓവറിൽ പോയി. അടുപ്പിച്ച് തുരുതുരാ പോയി. 8ാമത്തെ 9ാമത്തെ ബാറ്റ്സ്മാൻ നിന്നാണ് അടിച്ചത്. പക്ഷെ ഇന്ത്യക്കെതിരെ അങ്ങനല്ല. ഇന്ത്യ വിക്കറ്റ് നേടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് ചക്രവർത്തി ഫോമിലാവും. ബുംറ വരുന്നുണ്ട്. അവര് സ്പിന്ന് കളിക്കത്തില്ല. ഇന്ത്യക്ക് ഒരു സ്പിൻ ബോളിലൂടെ വരുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് തന്നെയാണ് വിജയസാധ്യത കൂടുതൽ. കൺസിസ്റ്റൻസി ഇല്ല. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറഞ്ഞാൽ സ്പിൻ ബോളിങ്ങിനെതിരെ കളിക്കത്തില്ല. അങ്ങനെ പറയല്ലേ. കാരണം വെസ്റ്റ് ഇൻഡീസ് അങ്ങനെ പറയും. കാരണം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ശ്രീലങ്കയിലും പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയിലും ഒരു വട്ടം എടുത്തിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യയും ഇംഗ്ലണ്ടും 2 വട്ടം എടുത്തു. അവരുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുക വെസ്റ്റ് ഇൻഡീസും 2 വട്ടം കപ്പടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് എഴുതിത്തള്ളാൻ പറ്റത്തില്ല. ഇന്ന് ഇന്ത്യ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചാണ്. സൗത്ത് ആഫ്രിക്കക്കെതിരെ സെയിം ടീമാണ് ഇന്ത്യക്കെതിരെയും കളിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് പ്ലേയിങ്ങിന് മാറ്റമില്ല. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും 8 നില ഇന്ന് വെസ്റ്റ് ഇൻഡീസ് പൊട്ടു. ഇന്ന് ചീട്ട് കൊട്ടാലം പോലെ ഓപ്പണിംഗ് മുതൽ അവസാനം വരെ. എന്റെ പ്രഡിക്ഷൻ 10 ഓവറിൽ 11 വിക്കറ്റും പോകുന്നതാണ് എന്റെ പ്രഡിക്ഷൻ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. വെസ്റ്റ് ഇൻഡീസിന്റെ ഈ പറയുന്ന പവല്, ചേസ്, ഹോൾഡർ, പിന്നെ ഹെമയർ, ഇവന്മാരല്ലാതെ ഈ ഗ്രൗണ്ടില്, അതായത് ഈ ഇന്നത്തെ ഈഡൻ ഗാർഡൻസ് ഗ്രൗണ്ടില് വേറെ ഒരുത്തനും കളിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവന്മാരുടെ മിഡിൽ ഓർഡർ വളരെ പൂറാണ് ഈ കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം. അന്ന് 8ാമത്തെ വിക്കറ്റിൽ പാർട്ട്ണർഷിപ്പ് നടത്തിയോണ്ട് മാത്രമാണ് അവന്മാര് 170 മുകളിൽ അടിക്കാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ അവന്മാര് 100-110 ഓൾ ഔട്ടാണ്. രണ്ടാമത്തെ കാര്യം, ഇന്ന് ചക്രവർത്തി തിരിച്ചു വരും. ചക്രവർത്തിക്ക് 2 വിക്കറ്റ് ഗ്യാരണ്ടിയാണ്. ചക്രവർത്തിയുടെ ബോളിംഗ് എല്ലാം പഠിച്ച ആൾക്കാരല്ല. കഴിഞ്ഞ കളിയിലെ ചക്രവർത്തി ചറവറ എടുത്തിട്ട് അടിക്കുവാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ വട്ടത്തെ ഏറ്റവും കൂടുതൽ ഈ 2020 തന്നെ ഏറ്റവും വലിയ സ്കോർ വിൻ ചെയ്തേക്കുന്ന വെസ്റ്റ് ഇൻഡീസാ. 256 റണ്ണ്. വേറെ സിംബാബ്വെക്കെതിരെ പറയുന്നത് സിംബാബ്വെക്ക് 254 6 വിക്കറ്റ്. നമ്മൾ 256 4 വിക്കറ്റ് സിംബാബ്വെക്കെതിരെ. ഈ വേൾഡ് കപ്പിലെ ഏറ്റവും കൂടുതൽ റൺ അടിച്ചേക്കുന്ന ടീം, ഹയസ്റ്റ് സ്കോർ നമ്മുടെയാണ്, ഇന്ത്യയുടെയാണ്. വെസ്റ്റ് ഇൻഡീസ് അടിച്ചിട്ടുണ്ട് സെയിം സ്കോർ. 2 റൺ ഓക്കെ. വെസ്റ്റ് ഇൻഡീസ് സെയിം ടീമിനെതിരെയാണ് അത്ര സ്കോർ നേടിയത്. സമ്മതിക്കുന്നു. പക്ഷെ ഇന്ന് കളി നടക്കുന്നത് അതേസമയം സിംബാബ്വെ ബോളിംഗ് തിരിച്ചു ചെയ്തപ്പോഴത്തേക്ക് വെസ്റ്റ് ഇൻഡീസിന്റെ കളിക്കുമ്പോ അത്ര എടുത്തിട്ടില്ല. ഇന്ത്യക്ക് താഴെയിൽ അടിച്ചേക്കുന്നത്. ഇന്ത്യക്കാണ് 184-ന് 3 വിക്കറ്റ് പോയിട്ടുള്ളൂ അവന്മാരുടെ. ഇന്ന് സംഭവിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഞാൻ പറയുന്നത് വെച്ചാൽ ബോളിംഗ് ഇന്ത്യയുടെ വീക്കാണ്, ഭയങ്കര വീക്കാണ്. ബോളിംഗ് വീക്കാണ്. ഞാനെന്ന് പറഞ്ഞോട്ടെ. 2020 വെസ്റ്റ് ഇൻഡീസിന് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഈ
ടൂർണമെന്റിൽ മുൻതൂക്കം. കാരണം ഈ ടൂർണമെന്റിൽ ഇന്ത്യക്ക് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട്. ബാറ്റിംഗ് ഓർഡർ കൊളാപ്സ് ആയി കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിൽ 1-2 ബാറ്റ്സ്മാൻമാരൊന്ന് ഫോം ആയി കഴിഞ്ഞാൽ മതി കളി തിരിയാൻ. എടാ 20 അത് ഓവർ കളി, ഇതില് പഴയ പവറും ഒന്നും കാര്യമില്ല. എടാ അതേപോലെ ജസ്റ്റ് 1-2 ബാറ്റ്സ്മാൻമാർ ഹിറ്റ് ആയി കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിന്റെ പവറിന്റെ ഒക്കെ ഷോട്ട് പവർ അല്ലെങ്കിൽ ഹെറ്റ്മെയർ അല്ലെങ്കിൽ കിങ്, ഈ 3 പേരിൽ ആരെങ്കിലും ഒരാള് ഫ്രണ്ടിൽ ഒന്ന് ക്ലിക്ക് ആയാൽ മതി, സ്കോർ കയറും. എടാ അതാ ഞാൻ പറഞ്ഞേ. എടാ ഞാനതാ പറഞ്ഞുള്ളൂ. ഞാനതാണ് ആദ്യമേ ഈ വീഡിയോയുടെ തുടക്കം തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം. പവല്, ചേസ്, അവന്മാരുടെ ഹോൾഡർ, ഹെറ്റ്മെയർ, ഈ 4-5 പേരല്ലാതെ ആ ഗ്രൗണ്ടിൽ ഈ ഏതൻ ഗാർഡൻസിൽ ഒരു കളി പോലും കളിക്കാത്തവരാണ് ബാക്കി എല്ലാവരും. അത് കാര്യമൊന്നുമില്ല, അതിൽ കാര്യമൊന്നുമില്ല. ഞാൻ പാകിസ്ഥാനിൽ എത്ര പേര് കളിക്കുന്നു? അല്ലല്ല ഞാൻ പറഞ്ഞത് തീർക്കട്ടെ, 2 മിനിറ്റ് സമയം എന്താ പറയാ. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇന്ന് അവന്മാരാണ് ഓപ്പണിംഗ് എങ്കിൽ അവന്മാർ 200 റണ്ണ് പോലും അടിക്കത്തില്ല. അതല്ല ഇന്ത്യയാണ് ബാറ്റിംഗ് എങ്കിൽ ഫസ്റ്റ് 6 ഓവറിൽ ഇന്ത്യയുടെ 2 മുതൽ 3 വിക്കറ്റ് വീണില്ലെങ്കിൽ ഇന്ത്യ സിമ്പിൾ ആയിട്ട് 200 അടിക്കും. ഇതിനകത്ത് ഫോം ആവാൻ പോലെ ഞാൻ ഇപ്പോഴൊരു പ്രൊഡിക്ഷൻ തരുവാണ്. സഞ്ജു, അഭിഷേക്, സൂര്യകുമാർ ഗ്യാരണ്ടിയാണ് ഫോം. ബോളിംഗ് നിരയിൽ വരുൺ ചക്രവർത്തി, ബുംറ, അക്ഷർ പട്ടേലും വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ്. സിംബാബ്വെയുടെ നല്ലോണം കളിച്ച് ഇന്നും ഫോമിലായി. അതെ അതെ, അന്ന് കണ്ടില്ല 6ാം സ്ഥാനം ഇറക്കിയിട്ട് അവൻ എല്ലാരെയും. ഇഷൻ കിഷനൊക്കെ മാറിപ്പോയോ? ഇഷൻ കിഷൻ ഇല്ലേ, കളിക്കുന്നില്ലേ? ഇഷൻ കിഷൻ ഉണ്ട്. ഇഷൻ കിഷനെ പറ്റി എനിക്ക് ഒരു പ്രൊഡിക്ഷൻ നടത്താൻ പറ്റുന്നില്ല. ചിലപ്പോൾ കളിക്കാം. പക്ഷെ എന്റെ ഒരു പ്രൊഡിക്ഷൻ പ്രകാരം സഞ്ജു, അഭിഷേക്, സൂര്യകുമാർ നല്ലപോലെ കളിക്കുന്നതായിരിക്കും. അതേപോലെ ചക്രവർത്തിയും തിരിച്ചു വരും. ഇന്ന് അവന്മാരുടെ കുൽദീപ് കുൽദീപിനെ കളിപ്പിക്കുവോ? കളിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ആര് കളിച്ചാലും എന്റെ അഭിപ്രായം പറയട്ടെ, തുടങ്ങിയപ്പോൾ തൊട്ട് ഏറ്റവും സിക്സ് അടിച്ച 3 പ്ലെയർ വെസ്റ്റ് ഇൻഡീസ് ഉള്ളതാണ്. ഏറ്റവും ടോപ്പ്, ഏറ്റവും കൂടുതൽ സിക്സ് അടിച്ച വെസ്റ്റ് ഇൻഡീസ് ടീമാ T20. അടുത്തൊരു കാര്യം പറയട്ടെ, ഈ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഉള്ളൊരുത്തരാണ് അഭിഷേക് ശർമ്മ. 1 സെഞ്ചുറി, 4 50, മൊത്തം 500-ന് മുകളിൽ റൺ അടിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ആധിപത്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പിച്ചിലാണ് കളിക്കുന്നത്. ഇന്ത്യക്ക് കളിച്ച് വളർന്ന പിച്ചാണ്. അങ്ങനെ ആധിപത്യം അത് ഇപ്പം മാത്രമല്ല, എല്ലാ കാലത്തും ആധിപത്യം ഇന്ത്യക്ക് തന്നെ. ഇന്ത്യൻ പിച്ച് കളി വേറൊരു ടീമിനും ഇല്ല. ഈവൻ ഓസ്ട്രേലിയക്ക് പോലും ഇല്ല, വേൾഡ് കപ്പില്. പിന്നെ ഞാൻ ഇങ്ങനെ കുറെ യൂട്യൂബിൽ കുറെ കമന്റ്സ് ഒക്കെ കണ്ടു. അങ്ങനെയാണെങ്കിൽ ആ ഇന്ത്യ എന്തുകൊണ്ട് സൗത്ത് ആഫ്രിക്കയുടെ കഴിഞ്ഞ പരാജയപ്പെട്ടു? 2003 വേൾഡ് കപ്പ് ഫൈനലിൽ എന്തുകൊണ്ട് ഓസ്ട്രേലിയ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യയെ പട്ടിയെ പോലെ തോൽപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഫാൻസ് അല്ല, അത് ഇന്ത്യക്ക് വിരോധമായിട്ടുള്ള ഫാൻസ്. അങ്ങനെ കുറെ നാടുകളുണ്ട്, അങ്ങനെ കുറെ ഇന്ത്യയുടെ ചോറ് എന്നിട്ട് ഇന്ത്യ കിടന്ന് കുറയ്ക്കുന്നവന്മാരുണ്ട്. ഇംഗ്ലണ്ട് ടീമിന്റെ ഫാനാണ്. അല്ല, ഞാൻ ഇംഗ്ലണ്ട് ഫാനാണ്. വിശ്വാസമുണ്ട് ഇംഗ്ലണ്ട് കപ്പ് ജയിക്കുന്ന ടീമാണ് എല്ലാം. അനിലിന്റെ എല്ലാ അനന്തുവിന്റെ പ്രൊഡിക്ഷൻ എന്റെ പ്രൊഡിക്ഷൻ ഇംഗ്ലണ്ട്. ഓക്കെ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ എന്തായാലും ഇന്ത്യ ജയിക്കുവാണെങ്കിൽ ഇന്ത്യ ഇന്ന് സെമി ഇന്ന് ജയിച്ച ഇന്ത്യ കയറി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഓപ്പോസിറ്റ് വരുന്ന ടീം സെമിയിൽ മിക്കവാറും ഇംഗ്ലണ്ടിന്റെ നേരിടും. അതിൽ കാണാം നമുക്ക്. ഞാൻ ചോദിച്ചിട്ട് മറുപടി നിങ്ങൾ പറഞ്ഞില്ല. കുൽദീപ് കിടക്കുമല്ലേ, ചാൻസ് കുറവാണ്. ഒരു ഓൾറൗണ്ടർ അക്ഷറിനും കുൽദീപിന് അവസരം കൊടുക്കും തോന്നുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മിസ്സായ പോലെ ഹർദിക് പാണ്ഡ്യ നമ്മളെ പേര് പറഞ്ഞില്ല. വെസ്റ്റ് ഇൻഡീസിനെതിരെ ഭയങ്കര സ്ട്രൈക്ക് റേറ്റ്, അതായത് 150-200 ഇടയ്ക്ക് സ്ട്രൈക്ക് റേറ്റ് ഉള്ള പേരാണ് ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ. അതും 2020 ഹർദിക് പാണ്ഡ്യ ഒരു വിന്നിംഗ് ഫാക്ടർ തന്നെയാണ്. ഹാർദിക് പാണ്ഡ്യ ലോകത്തിലെ നമ്പർ 1 ഓൾറൗണ്ടറാണ്. കുംഫു പാണ്ഡ്യ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളിക്കാരനാണ്. ഹാർദിക് പാണ്ഡ്യയുടെ കാര്യം ഞാൻ പറയാത്തതിന്റെ റീസൺ, ഹാർദിക് പാണ്ഡ്യ ലോ ഡൗൺ 6ാം സ്ഥാനം 7ാം സ്ഥാനത്ത് ഇറങ്ങാമെന്നാണ് ഞാൻ പറയുന്നത്. ഹാർദിക് പാണ്ഡ്യ ഇറങ്ങി അവൻ കളിക്കും. പക്ഷെ ഇന്ന് കുൽദീപ് യാദവിനെ കളിപ്പിക്കാൻ യാതൊരു സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ ഗംഭീറും ടീമംഗങ്ങളും ജയിക്കുന്ന ടീമിനെയാണ് എപ്പോഴും അടുത്ത കളിയിലും അവർ ഉദ്ദേശിക്കുന്നത്. തോറ്റാൽ മാത്രമേ ടീമില് അഴിച്ചുകൊണ്ടിൽ നടക്കാൻ സാധ്യത കൂടുതലുള്ളൂ. നമ്മുടെ ഗ്രൂപ്പിലെ അനില് പണ്ടേ റിങ്കു സിംഗിന്റെ വലിയ ഫാനാണ്. കളിക്കാൻ പോകുന്നില്ലേ?
കളിക്കാൻ പോകുന്നില്ലേ? റിങ്കു സിംഗ് എപ്പോഴും ചിരിയാ. റിങ്കു സിംഗ് നല്ല ആത്മാർത്ഥമുള്ള നല്ലൊരു കളിക്കാരനാണ്. പക്ഷെ ഫീൽഡറുമാണ്. ഇങ്ങനൊരു അവനെ ഇറക്കുന്ന പൊസിഷനാണ് എല്ലാം 6ഉം 4ഉം അടിക്കേണ്ട ക്രൂഷ്യൽ ടൈമിലാണ് റിങ്കുവിന് ബാറ്റിംഗ് കിട്ടുന്നത്. ചിലപ്പോ അടിക്കാം, ചിലപ്പോ അതെ, പുള്ളിക്കാരന്റെ ഫാദർ മരിച്ച് പിന്നെ ഉടനെ വന്ന് കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് സാധിക്കുന്ന കാര്യമല്ല ആർക്കാണെങ്കിലും. അതൊരു പ്രണാമം 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 പ്രണാമം. ഫാമിലിയിലെ വലിയൊരു നഷ്ടം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മള് അങ്ങനെ ഒരിക്കലും നമുക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു മിനിറ്റ് നമുക്ക് ആദരവായിട്ടൊന്നും ഉണ്ടായിരിക്കാം. അതൊന്നും വേണ്ട, നീ വഴക്കാക്കല്ലേ. എടാ പ്രണാമം 3 വട്ടം പറഞ്ഞൊക്കെ കട്ട് ചെയ്ത ആളാണ് കേട്ടോ. അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം നിങ്ങൾ കുറച്ചു മുന്നേ പറഞ്ഞ ഇന്ത്യയുടെ ബാറ്റിംഗ് പരാജയമാണ്. ബാറ്റിംഗ് തിരിച്ചു വന്നു, പക്ഷെ ബോളിംഗ് ഇപ്പോഴും സെയിം ആണ്. ഈ വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ബോളിംഗ് വലിയ ഗുണമൊന്നുമില്ല. വെറുതെ ചുമ്മാ വന്ന് ബോൾ എറിയോ. ഹാർദിക് പാണ്ഡ്യ നല്ലപോലെ അടിക്കുന്നുണ്ട്. പിന്നെ ബുംറ ഫോം ഔട്ട് ആണ്. പിന്നെ വരുൺ ചക്രവർത്തി ആദ്യത്തെ 2 കളിൽ പിന്നെ അങ്ങോട്ട് അവന്റെ ബോളിംഗ് ശൈലി എല്ലാവർക്കും മനസ്സിലായി. വെസ്റ്റ് ഇൻഡീസിന് ഈ സ്പിന്നെ കളിക്കാൻ പാടാണ്. പക്ഷെ എന്നാലും ഈ പിച്ച് ബോളിംഗ് പിച്ച് ഫാസ്റ്റ് പിച്ചിന് അനുകൂലമായുള്ള പിച്ചാണ്. അതുകൊണ്ട് ഫാസ്റ്റർമാരെ എല്ലാം വെസ്റ്റ് ഇൻഡീസ് കളിക്കുന്ന പിച്ച് ആയതുകൊണ്ട് വെസ്റ്റ് ഇൻഡീസ് നല്ല നീ ഒന്ന് അടങ്ങിയിരടാ ബിൻസോ. അവിടെ നീ എന്നിട്ട് തലയും ഇതിലിട്ട് ആക്കിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ ക്യാമറ പിടിച്ചേക്കുന്നത്. നീ അവിടെ കിടന്ന് ഇങ്ങനെ കുലുങ്ങാതെ, നീ ചുമ്മാ തലയിട്ട് ആട്ടിക്കൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനകത്ത് ഇപ്പൊ ഹോൾഡറും അമ്മാരൊക്കെ നല്ല രീതിയിൽ ചേസ് ഒക്കെ നല്ല രീതിയിൽ കളിച്ചു. അനിൽ എവിടെ പോയി? നമ്മുടെ ഈ ഹെഡ്മേറിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഹെഡ്മേർ എങ്ങനെയാണ്? ഹെഡ്മേർ കളിക്കും. വേൾഡ് കപ്പും കഴിഞ്ഞ കുറച്ച് വെസ്റ്റ് ഇൻഡീസിലെ മത്സരങ്ങളിലെല്ലാം ഹെഡ്മേർ ഫോമാണ്. ഈ ലാസ്റ്റ് കളി മാത്രമേ ഹെഡ്മേർ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഔട്ട് ആയി പോയത്. ബാക്കി എല്ലാ കളിയിലും ഫോമാണ്. അവന്റെ വിക്കറ്റ് ഏറ്റവും ഈ കളിയിൽ 0-ന് ഔട്ടാവും. ഒരു സംശയം വേണ്ട. ഹെഡ്മേർ ഇന്ന് ബുംറ കുറ്റിയിടും. ഇന്നത് ഇറങ്ങുന്ന പൊസിഷൻ വെച്ച് നോക്കുമ്പോ അടിക്കേണ്ട പൊസിഷൻ എന്തായാലും അടിച്ചു വെക്കും. ക്യാച്ച് ഔട്ട് പവർഫുൾ ഷോട്ടുകളാണ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എല്ലാവരും ഫേവറേറ്റർ ആണ്. നീയായിട്ട് ബെറ്റ് വെക്കാൻ ഞാൻ ഇല്ല എന്നതിനെ. കാരണം നീ ബെറ്റ് വെച്ചതിന്റെ പൈസ പോലും തരാത്തവരാ നീ. നീയായിട്ട് നമ്മള് ബെറ്റ് വെക്കും. 500 രൂപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതായത് ഇത് കാര്യ ഇപ്പൊ പറഞ്ഞത് കാര്യം തന്നെയാണ്. ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഇതിന്റെ അകത്ത് ഉള്ളതാടാ എന്തോ ഇതൊക്കെ. ഞാൻ പറയട്ടെ, ഈ ഹോൾഡും കിങ് ഒക്കെ കളിക്കോ? സ്റ്റാൻഡേർഡ് പ്ലെയറാ നിങ്ങൾക്ക് ഫോം ആയി കഴിഞ്ഞാൽ കൈ നിൽക്കാത്ത പ്ലെയേഴ്സാ. കഴിഞ്ഞ കളിയിലൊക്കെ ഫോം അല്ല. അതാണ് ഇപ്പൊ ഇംഗ്ലണ്ട് അവസ്ഥ തന്നെ നോക്കുക. ആദ്യത്തെ ഒരു 50-60 റണ്ണിനകത്ത് 4 വിക്കറ്റ്. വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് എടുക്കും. വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് നിതിൻ പറഞ്ഞ കേട്ടോ വരുൺ ചക്രവർത്തി 5 വിക്കറ്റ് എടുക്കുന്നത്. ഞാൻ 5 വിക്കറ്റിനോട് അഭിപ്രായപ്പെടുന്നില്ല. ഒരു 2-3 വിക്കറ്റ് എന്റെ ഒരു അഭിപ്രായം 2020 സെമിഫൈനലാണ്. സെമിഫൈനൽ ക്വാളിഫിക്കേഷൻ ഫൈനലാണ്. എന്തായാലും അടിക്കും. വിക്കറ്റും ക്യാച്ചും കാര്യം പറയട്ടെ. അതായത് ഫാസ്റ്റിന് ഒരു സ്റ്റാർട്ടിംഗ് പ്ലേയേഴ്സ് ടീമിലില്ല. അങ്ങനെയാണെങ്കിൽ വരുൺ ചക്രവർത്തിയുടെ ബോളിംഗ് അവിടെ ഏക്കത്തില്ല. ഒരു കാര്യമില്ല. ഏകത്തിലെന്ന് കളി കണ്ടിട്ട് നമുക്ക് മനസ്സിൽ പറയാം. എടാ നിതിനെ അവന്റെ അഭിപ്രായം പറയൂല. അവൻ പറയട്ടെ. അവൻ പറയുന്നത് വരുൺ ചക്രവർത്തി അടിക്കും, ഹെഡ്മേർന്ന് പൊളിക്കും, അവന്മാർ 500 അടിക്കും എന്നൊക്കെയാണ് ഇന്ന് അതെന്ന് പറയുന്നത്. ഒറ്റ കാര്യത്തിലെ ഇത് ടെൻഷനുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോളിംഗ് വീക്ക് ആയാലും ബാറ്റിംഗ് സ്ട്രോങ് ആണ്. അതാണ് ഇന്ത്യയുടെ ഏറ്റവും ഒരു പ്ലസ് പോയിന്റ്. സീരിയസ് ആയിട്ട് ഇന്നത്തെ കളിയിൽ ബോളിംഗ് സ്ട്രോങ് ആവും. മേക്കപ്പ് ആയി വരും. നോക്കിയോ, ആരും പറഞ്ഞില്ല. ദൂബെ എന്ന് ഫോമാം. ദൂബെ ഇന്നോടെ കഴിയുമ്പോഴത്തേക്ക് ഇന്ത്യക്കാരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ പറയും. ഞാൻ വേറെ കാര്യം 7 മണിക്ക് തുടങ്ങുമല്ലോ. അതൊക്കെ ഞാൻ വേറെ അഹങ്കാരം കൊണ്ട് പറയുമല്ല, അറിവ് കൊണ്ട് പറയുവാണ്. ഇന്ന് ഇന്ത്യ ജയിക്കും. മനസ്സിലായില്ലേ? കപ്പും ഇന്ത്യ കൊണ്ടുപോകും. അതിൽ യാതൊരു മാറ്റവും ഇല്ല.
വേറൊന്നുമല്ല, നമ്മള് ഒരുപാട് നാളുകൾ കൊണ്ട് അല്ല കളി കണ്ട് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട് പറയുന്നത്. ഇംഗ്ലണ്ട് ചിലപ്പോ കപ്പ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇംഗ്ലണ്ട് നല്ല ഈ ടീമാണ്. ഒരു മത്സരം ക്രൂഷ്യൽ ആയതുകൊണ്ട് രണ്ടുപേർക്കും ഇല്ല, രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഒരു ചാൻസ് എടുത്തു സൗത്ത് കഴിഞ്ഞാൽ ആഫ്രിക്ക നല്ല ടീമാണ്, സൗത്ത് അറിയാൻ ആഫ്രിക്ക പറ്റും. ബെസ്റ്റ് ടീമാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആണ് ഇന്ന് ഇന്നത്തെ ഒരു ഇന്ന് മത്സരത്തിനകത്ത് നല്ലൊരു രണ്ടുപേരും ക്രൂഷ്യൽ മാച്ച് ആണ്. രണ്ടുപേരും അടിപൊളി കളിക്കുകയും ചെയ്യും. ഒരു നിർണായകമാണ്. ചിലപ്പം ഇന്ത്യക്ക് എന്തുവാ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. ഇന്ന് നല്ല കളിയൊക്കെ ആയിരിക്കും. പക്ഷേ ഓപ്പണിംഗ് ബാറ്റിംഗ് വെസ്റ്റ് ഇൻഡീസ് ഇറങ്ങുവാണെങ്കിൽ വെസ്റ്റ് ഇൻഡീസ് 200 തികക്കത്തില്ല. വെസ്റ്റ് ഇൻഡീസിന്റെ വിക്കറ്റുകൾ പറിക്കും. എവിടുന്ന് കഷ്ടം, കഴിഞ്ഞ കളിയിൽ ഓപ്പണിംഗ് അല്ല സൗത്ത് എടാ, ആഫ്രിക്ക നിങ്ങളെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുമ്പോൾ ആനന്ദ്, 150 അതാ പറഞ്ഞത്, ഞാൻ ഒരു കാര്യം വേണ്ട, നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുമ്പോ എന്താണ് അൽസാരിയ ജോസഫും പൂർണ്ണമില്ല. പൂർണ്ണില്ലാത്ത കാലത്തോളം നടക്കൂല. അവിടെ ഇവന് നിക്കോളാസ് പൂറൻ, മനസ്സിലായി. റസലില്ല. റസല് IPL മാത്രമേ കളിക്കത്തുള്ളൂ, അല്ലാതെ അവൻ വലിയ അതില് പോട്ടെ. കളിയൊന്നുമില്ല. അൽസാരിയോ ജോസഫും പൂർണ്ണം ഇല്ലാത്ത കാലത്തോളം അവന്മാര് ഇന്ത്യയെ മറിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? അതുകൊണ്ട് പൂർണ്ണം വേണം. ടൂർണമെന്റ് ഇല്ലാത്ത എന്ത് പൂർണ്ണില്ല, അവനെ വെറും മറ്റവനാക്കി കളഞ്ഞില്ലേ. ആണോ? ഔട്ട് ഓഫ് ഫോം. ടഫോമാണ്, എന്തോ തരത്തില്ല. അവൻ നല്ല കളിക്കാരനായിരുന്നു. അവൻ IPL ഏറ്റവും ഡേഞ്ചറസ് പ്ലെയർ ആയിരുന്നു. അഭിഷേക് ശർമ്മയെക്കാളും മുറ്റു കളിക്കാരനായിരുന്നു. നല്ലെണ്ണം പറഞ്ഞ കണക്കെ IPL എന്തായാലും വരുമല്ലോ. ഈ അവസാന 11 പേരും ബാറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടീം അംഗം ഉണ്ട് വെസ്റ്റ് ഇൻഡീസിന്. അതുകൊണ്ട് ഈ പറഞ്ഞ തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് അവന്മാര് തെളിയിച്ചതാണ്. കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കയോട് അവന്മാര് വേൾഡ് റെക്കോർഡ് ഇട്ട് 8ാമത്തെ പാർട്ണർഷിപ്പ് ലോകത്ത് ഇന്നവരാരും ചെയ്യാത്തതാണ്. 80 സംതിങ് 80. പക്ഷെ ലാസ്റ്റ് സൗത്ത് ആഫ്രിക്കയുടെ ബോളിംഗ് വീക്കായി പോയി, എല്ലാരും ടയേർഡായി. മാത്രമല്ല സൗത്ത് ആഫ്രിക്ക T20 മാച്ചിൽ അവർ കളിച്ച് ഇരിക്കുന്ന കളിയല്ലയോ, എല്ലാം എപ്പോഴും കളിക്കുന്നില്ല. ടയർഡൊന്നിന്റെ അല്ല, അവന്മാര് ബാറ്റിംഗ് അവസാന നിമിഷം 8ാം വിക്കറ്റ് അവർ തകർക്കാൻ പറ്റിയുള്ളൂ. അവസാനം അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അതില് ഉപരി എന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ കളി ഇത്തവണ അടിപൊളി കളിയാണ്. ഏറ്റവും ഈ വേൾഡ് കപ്പ് ഏറ്റവും ചാൻസ് ഉള്ളത്, ഫൈനലിൽ കളിക്കാൻ ചാൻസ് ഉള്ള ടീമാണ് സൗത്ത് ആഫ്രിക്ക. കളിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം സെമി ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ആരുമായിട്ടെന്നുള്ള കാര്യം അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടുമായിട്ടാണ്. ഇംഗ്ലണ്ടും ഇന്ത്യയും വരും, സൗത്ത് ആഫ്രിക്കയും പിന്നെ ഈ പറഞ്ഞ കണക്ക് വേറെ ടീമാരുള്ളത് ന്യൂസിലാൻഡും വരും. ന്യൂസിലാൻഡ് സെമി ഫൈനലിൽ വീക്ക് ടീമാണ്. ന്യൂസിലാൻഡ് ഈ പറഞ്ഞ പേര് മാത്രമേ ഉള്ളൂ, പഴയ ന്യൂസിലാൻഡ് ഒന്നും അല്ല ഇപ്പം വീക്ക്. അപ്പോഴും എന്ത് പറഞ്ഞാലും ആ ദിവസത്തെ കളി കണക്കാണ്, ലക്ക് കണക്കാണ്. സെമി ഫൈനൽ അങ്ങനെയാണ്, ഇത്ര സ്ട്രോങ് ഒന്നുമില്ല. ആ ദിവസത്തെ എന്തായാലും എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക തന്നെ വരും തോന്നുന്നു. സൗത്ത് ആഫ്രിക്ക തന്നെ ഫൈനലിൽ വരും, അവര് തോക്കുകയും ചെയ്യും ആസ് യൂഷ്വൽ. എല്ലാ അത്രേ ഉള്ളൂ. അവന്മാര് ഫൈനലിൽ വന്നാലും തോക്കും, അവന്മാര് എവിടെ വന്നാലും തോക്കും. അവന്മാര് ചരിത്രം അങ്ങനെ ഫൈനലിൽ ലൂസേഴ്സ് ആണ്, എപ്പോഴും ലൂസേഴ്സ് ആണ്. പക്ഷെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ടെസ്റ്റ് വേൾഡ് കപ്പ് അവരടിച്ചത് ടെസ്റ്റ് വേൾഡ് കപ്പ് അവന്മാര് കൊണ്ടുപോയി, വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുപോയി. അതൊക്കെ ശരിയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കപ്പ് ഇന്ത്യക്കുള്ളതാണ്, അതിൽ യാതൊരു മാറ്റമില്ല. 100%. സൂര്യകുമാർ പിള്ളേരും കപ്പ് വെക്കും, പിന്നെ ഉറപ്പല്ല. സഞ്ജു പിന്നെ കളി കണ്ടോണം. സഞ്ജുവിന്റെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാൽ, സഞ്ജു ഇന്നലെ കളിച്ചതുപോലെയും ഈ കഴിഞ്ഞ കളി കളിച്ചതുപോലെയും കളിക്കാൻ അല്ല. സഞ്ജു ഇപ്പൊ ഓൾറെഡി സഞ്ജുവിന് സഞ്ജു നല്ല 50 ഒക്കെ. സഞ്ജു ഇന്നൊരു ഹാഫ് സെഞ്ചുറി അടിക്കുന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇരിക്കുന്നത്. സഞ്ജു അടിക്കണം. കാരണം സഞ്ജുവിന് ഒരുപാട് ചാൻസ് കൊടുത്തു ഈ വർഷം. അതായത് ഈ 2 മാസം ആണ് അവന് ചില സമയത്ത് വിചാരിക്കും പരമ നോക്കിയാന്ന് വിചാരിക്കും. അവനെ എടുത്തങ്ങ് തോട്ടിക്കളഞ്ഞല്ലോ ഇടയ്ക്ക് തോന്നും. അപ്പം കാരണം ഈ 2 മാസങ്ങളിൽ 7-8 മാച്ച് ബൗണ്ടറി അടിക്കുമ്പോഴ് സഞ്ജു അടുത്ത 2 ബോളും 3 ബോളും ഡോട്ടാക്കി പേടിച്ചിട്ട് അടുത്ത ബൗണ്ടറി അടിക്കുന്നത്. കാരണം എന്തോ പ്രഷർ ഉള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് സഞ്ജു ബാറ്റിംഗ് കാണുമ്പോൾ. സഞ്ജു ലാസ്റ്റ് ഔട്ടായതും സെയിം ആണ്, നവീമിക്കെതിരെ ഔട്ടായതും സെയിം ആണ്. സെയിം ഫുൾ ഒരു സെയിം ബൗണ്ടറിയിലാണ്, ബൗണ്ടറി വെച്ചാണ് പിടിക്കുന്നത്. ഓപ്പണിംഗ് അടിച്ചേ പറ്റുമോ? ഗുഡ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ 6ഉം 4ഉം അടിച്ചു ഇട്ട് കൊടുത്ത് അടിപ്പിക്കുന്നതല്ല. അവിടെ തന്നെ ഫീൽഡർ സഞ്ജുവിനെ സെറ്റ് ചെയ്ത് അവന്മാർ പവർ പ്ലേ ലൈനിലകത്ത് വെച്ചുള്ള ക്യാച്ചുകൾ എല്ലാം ബൗണ്ടറി ലൈനിലാണ്. സ്വാഭാവികമായിട്ട് 20-20 ആകുമ്പോൾ സഞ്ജു അതെല്ലാം ശരിയാണ്. നീ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു. സഞ്ജു അടിക്കണം എന്ന് കരുതി സഞ്ജു 2 ബോളിൽ 10 എടുത്തിട്ട് പോകുന്ന പരിപാടി കാണിക്കില്ലെന്നാ പറഞ്ഞത്. അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കണം, 10 ഓവർ വരെങ്കിലും നിൽക്കണം.
നിന്ന് നല്ലൊരു സ്കോർ എടുത്ത് കൊടുത്തുവിട്ട് വേണം No, ഔട്ടാവാൻ. Sanju is nowadays very fastest batsman. Come and go very fastly. അങ്ങനെയാണെങ്കിൽ അടുത്ത കളി സഞ്ജുവിനെ കമ്മാൻ ഗോ സഞ്ജുവിനെ ഇല്ല, പറ്റി അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഗംഭീർ ട്രസ്റ്റഡ് ഹിം. ഫൈനലി ഓപ്പണിംഗ് ഇറങ്ങും, നോ ഡൗട്ട്. സഞ്ജു ഇന്നത്തെ കളി കാണാം, ഇന്നത്തെ കളി കാണുമ്പോ അറിയാം സഞ്ജുവിന്റെ കളി. കമ്മൻ കാണണം. കമ്മൻ ഗോ ആണെങ്കിൽ സഞ്ജുവിന്റെ കളി പിന്നെ കാണാം. സഞ്ജുവിന് ഓൾറെഡി ഇൻസൈഡ് ഒരു ഫിയർ ഉണ്ട്, അവന് എന്തോ ഒരു പേടി കണക്കുണ്ട്. ആരെ അവൻ ബാറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സഞ്ജു ഫാൻ ടീമിന്റെ അകത്ത് തന്നെ ഒരു പേടി അവന് കാണുന്നുണ്ട്. കാര്യം തീർച്ചയായും ടീമിന്റെ അകത്ത് തമ്മിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടോ നമുക്കറിയത്തില്ല, നമുക്ക് ഒന്നും അറിഞ്ഞൂടാ ആ കാര്യം. തിലക് വർമ്മൻ എല്ലാരും കളിയാക്കിയിട്ട് തിലക് വർമ്മൻ കഴിഞ്ഞ കളി കണ്ടില്ലേ? 6ാം സ്ഥാനത്ത് ഇറങ്ങിയിട്ട് 16 ബോളിൽ 44, സ്ട്രൈക്ക് റേറ്റ് ഓൾമോസ്റ്റ് 300. ആ ഫോം വെസ്റ്റ് ഇൻഡീസിനെതിരെ തുടരും. ആ ഫോം ഇന്ന് എല്ലാരും കാണിക്കണം. മെനങ്ങാനത്തെ കളി ചെയ്തതുപോലെ സിംബാബ്വേയായിട്ടുള്ള ലാസ്റ്റ് കളിയിൽ എങ്ങനെ ചെയ്തത് ഇന്ത്യൻ ടീം, അതാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. അതിന്റെ അകത്ത് വരുൺ ചക്രവർത്തി തിരിച്ചു വരാനുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ കളി സൗത്ത് ആഫ്രിക്ക എതിരെ വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ 12 ഓവർ 89 5 വിക്കറ്റ്. ഒരു തീരുമാനമായി. ഹർഷദീപ് സിംഗിനെ കളിപ്പിക്കുമോ? അതാണ് എനിക്ക് ഡൗട്ട് ഉണ്ട്. അവനെ അടിക്കാനും ചാൻസ് ഉണ്ട് ഹർഷദീപിനൊക്കെ. ഹർഷദീപിന് ചിലപ്പോൾ അടി കിട്ടുമായിരിക്കും, കാരണം അവന്മാര് ഹർഷദീപിനൊക്കെ കുറെ കളിച്ചിട്ടുള്ളതാണ് സിംബാബ്വെ IPL ഒക്കെ. ഹർഷദീപിനെ ചിലപ്പോൾ അടി കിട്ടും. ബുംറയുടെ കാര്യം പറയാൻ പറ്റത്തില്ല, ബുംറ വിക്കറ്റ് എടുക്കും. അശ്ദീപിനെ അടിച്ചാലോ അശ്ദീപെ ലാസ്റ്റ് ഫൈനൽ എല്ലാ കളി അടിക്കുന്ന കളിയെല്ലാം ലാസ്റ്റ് ഫൈനൽ 2 ഓവർ അശ്ദീപ് അടിപൊളിയായിട്ട് എറിയുകയും ചെയ്യും. അവൻ ചില സമയങ്ങളിൽ നല്ല ലൈൻ ലെങ്ത് ബോളൊക്കെ ചെയ്യുന്നവനാണ്. ഇല്ല നമ്മൾ അവനെ തടയുന്നില്ല. പക്ഷെ വരുൺ ചക്രവർത്തിക്ക് 2 കളിൽ എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. ഇന്ന് ഹർഷദീപിനെ പോലെ സിറാജിനെ കൊണ്ടുവന്ന അത്ര നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഒരിക്കലും ഇല്ല. സിറാജ് ആ ഒരു അഭിപ്രായം എനിക്ക് താല്പര്യമുണ്ട്. കാരണം ശരിയാണ്, സിറാജിനെ അവന്മാര് വിളിച്ചു നിർത്തിയിട്ട് പൊട്ടനാക്കിക്കൊണ്ട് അവൻ ഒരു കളി കളിച്ചായിരുന്നു, അത് 3 വിക്കറ്റ് പുള്ളിക്കാരൻ. അതെ, ഒരു കളി കളിച്ച് 3 വിക്കറ്റ് എടുത്തിട്ട് പിന്നുള്ള 4 കളിയിൽ കളിപ്പിക്കാതെ വെച്ചേക്കുവാ. ഇന്നൊരു ചാൻസ് കൊടുക്കണമെന്ന് എന്റെ ഒരു അഭിപ്രായം. പരിക്ക് പറ്റിയാലേ ഇറക്കത്തുള്ളൂ, അല്ലാതെ ഇറക്കാൻ ചാൻസ് ഇല്ല. സിറാജ് നല്ല ആത്മാർത്ഥമുള്ള ഒരു പയ്യനാണ്, അവൻ നല്ല അടിപൊളിയായിട്ട് കളിക്കും. തീർച്ചയായിട്ടും ഹൈദരാബാദ് അവൻ നമ്മുടെ സ്വന്തം കിങ് കോഹ്ലിയുടെ തൊട്ടടുത്ത ആളാണ്. ഹൈദരാബാദി ദം ബിരിയാണി. ടീം ക്യാപ്റ്റൻ സിറാജ് ഒരു സൈഡ് സിറാജ് മാത്രമാണ് മറ്റേ കപ്പ് കഴിഞ്ഞോട്ടോ എടുത്തോണ്ട് വന്നില്ലായിരുന്നു. പേരെന്തായിരുന്നു? എന്തായിരുന്നു? ദിനേഷ് കാർത്തിക് കപ്പ് കൊണ്ട് വെച്ചപ്പോ സമയത്ത് സിറാജാണ് ഗ്രൗണ്ടിൽ കയറിയിട്ട് കൈയൊക്കെ അടിച്ചത്. സിറാജ് മാത്രമേ ഉള്ളായിരുന്നു. ബിൻസുവിനെ കണ്ടു കഴിഞ്ഞാൽ ദിനേഷ് കാർത്തികിന്റെ ഒരു സെറ്റ്. ബിൻസുവിനെ കണ്ട ദിനേഷ് കാർത്തികിന്റെ കട്ട്, അനിലിനെ കണ്ട റിങ്കു. നമ്മളെ കാണുമ്പോ ഏത് കട്ടാടേ? മറ്റേ ഇതാണ് മറ്റേ വെസ്റ്റ് ഇൻഡീസ് പ്ലേയേഴ്സിന്റെ ആണല്ലേ? റമാരിയോ ഷെപ്പേർഡ്. അനന്തിനെ കാണുമ്പോ ഇതിന്റെ ഹോൾഡറിനെ പോലെ അനന്ത് ഇപ്പൊ സ്വന്തം ഹോൾഡറിന്റെ സ്വന്തം അനിയനാ അനന്ത്. ശ്രീലങ്ക പ്ലെയറാണ്. കളി കേട്ടോ എന്റെ പൊന്നെ എടുത്തു പറയാൻ പറ്റും. ഇന്ന കളിയായിരുന്നല്ലേ, കിളി പോയേട്ടോ. ഒരു ഓവർ അടിച്ച 6 കണ്ടോ? 2 ബോളും അമ്പയറിന് വൈഡ് കൊടുക്കായിരുന്നു കേട്ടോ. ആ രീതിയിലെ കളി പോയിരുന്നു. ആ രീതി അമ്പയർ പാകിസ്ഥാൻ ആളായിരുന്നു തോന്നുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ചില ഔട്ടുകളൊന്നും. പക്ഷെ ഞാൻ ഇന്നലെ കുറെ ആഗ്രഹിച്ചു പാകിസ്ഥാൻ ജയിക്കുവാണെങ്കിൽ സെമി ഫൈനലിൽ ഒന്നും കൂടെ അവന്മാർക്ക് ഇട്ട് പണി കൊടുക്കായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനോട് വരുവായിരുന്നെങ്കിൽ കിട്ടിയില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. ഒന്നും കൂടെ അവന്മാർ അടിച്ച് അവന്മാരെ വായി കൊടുക്കായിരുന്നു. അത് നല്ല സെറ്റപ്പ് ആയിരുന്നു. പോയി കുഴപ്പമില്ല. പാകിസ്ഥാൻ അതായത് 57 റണ്ണാണ്ട് വേണ്ടേ, 57 റണ്ണ് കുറഞ്ഞ് ജയിക്കണ്ട. ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാകിസ്ഥാൻ പിന്നെ ഫുൾ മൈൻഡ് ഔട്ട് ആയി പോയി. പിന്നെ പാകിസ്ഥാൻ എവിടെ ഇട്ടാലും അടിക്കുക, ആ ഒരു സെറ്റപ്പ് ആയി പോയി. 147 റണ്ണ് ജയം വേണമായിരുന്നു. 147 റണ്ണിന് ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം, വളരെ ഇമ്പോർട്ടന്റ്. എന്റെ മൊബൈലിൽ 5% ബാറ്ററി കൂടെ ഉള്ളൂ. ഞാൻ ചാർജ് കുത്തിയിട്ടേക്കുവാണ്. ഓക്കെ, അപ്പൊ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ ഒരു സോണ. അപ്പൊ പിന്നെ എങ്ങനെ ഇത്രേ ഉള്ളല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യക്ക് നിർണായകമാണ്, വെസ്റ്റ് ഇൻഡീസ് നിർണായകമാണ് കളി. ഓപ്പണിംഗ് 5 ഓവറിൽ ഫസ്റ്റ് ഔട്ട് വെസ്റ്റ് ഇൻഡീസിന്റെ പോയിലേക്ക് നല്ലൊരു കൂറ്റ സ്കോർ തന്നെ കയറും. പിന്നെ ഈ പറഞ്ഞ ഇന്ത്യയുടെ കാര്യം, ഇന്ത്യ ബാറ്റിംഗ് സ്ട്രോങ് ആണ്. എത്ര റണ്ണായാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ആൾക്കാരാണ് ഇന്ത്യക്കാർ. പിന്നെ ഓപ്പണിംഗ് 3 വിക്കറ്റ് സഞ്ജു, ഇഷാൻ കിഷൻ,
ഈ പറഞ്ഞ സൂര്യകുമാർ യാദവ്, ഈ 3 വിക്കറ്റ്, അഭിഷേക് ശർമ്മയുണ്ട്, ഈ ഒരു വിക്കറ്റുകൾ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം ഏറെക്കുറെ കഥം കൊതമാണ്. അത് കഥം ആ പറഞ്ഞ ഗുദമൊക്കെ രണ്ടാമത് ആയിരിക്കും, പറഞ്ഞ പക്ഷെ കട്ട് ചെയ്തേക്കണം. കട്ട് കഥം ഗുദമൊക്കെ ആയിരിക്കും, പക്ഷെ ഞാൻ കൊറേ എഡിറ്റ് ചെയ്യാൻ, ഞാൻ എഡിറ്ററാ ഇവിടുത്തെ. നീ എഡിറ്റ് ചെയ്യണം, നിനക്ക് വേറെ കുഴപ്പമൊന്നും ചെയ്യാൻ കൊണ്ടിരുന്നു. നല്ല അടിപൊളിയായിട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചുമ്മാ കണവണം കേട്ടിണ്ട, അത് വേണമെങ്കിൽ കയറ്റിയാൽ മതി. ഫസ്റ്റ് വീഡിയോ ഒക്കെ ആഡ് ചെയ്ത് അടിപൊളിയാക്കണം. ബിൻസുവിന്റെ വീഡിയോയിൽ മുഴുവൻ ബിൻസ് ചുമ്മാ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്രേ ഉള്ളൂ. ഇന്ത്യ ഇന്ന് ജയിക്കും, കപ്പ് അടിക്കും. നമ്മുടെ Men in blues will take the cup. No doubt in that. India, victory for India. Jai Hind. ഇന്ത്യ ജയിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഇന്ത്യ